ഹായ് ഗായ്സ്, നമുക്കൊന്നൊരു പോർക്ക് റെസിപ്പി നോക്കിയാലോ. പോർക്ക് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ട്. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു 3-4 വിസിലൊക്കെ കൊടുത്തിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. എനിക്കിങ്ങനെ ഞാൻ കടയിൽ നിന്ന് വാങ്ങുവാണ്, ഈ പാക്കറ്റിലാക്കി വരുന്നത് ഫ്ലഷ് മാത്രമായിട്ടുള്ളത് ഞാൻ വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ബോണൊന്നും ഉണ്ടാവില്ല. പിന്നെ പെരുംജീരകവും കടുകും ഇഞ്ചി, കടുകല്ല കേട്ടോ, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ കൂടി ഇട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്, ചതച്ചെടുത്താൽ മതി. അപ്പോൾ അത്, തക്കാളി, തേങ്ങാക്കൊത്ത്, പിന്നെ ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്ത് നന്നായിട്ടൊരു ബ്രൗൺ കളറാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചതച്ച് വെച്ചില്ലേ, ആ ചതച്ച് വെച്ചിട്ടിട്ട് നന്നായിട്ട് വാടണം കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ പോകണം, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണമൊക്കെ പോയി കഴിഞ്ഞ് നന്നായിട്ട് വാടിക്കഴിയുമ്പോൾ സവാള ഇടണം കേട്ടോ. സവാള ഇട്ട് നന്നായിട്ട് വഴറ്റണം. അത് കഴിഞ്ഞ് പിന്നെ നന്നായി വഴന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പൊടികളിടാവേ. പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഞാൻ മീറ്റ് മസാല, ഈസ്റ്റേൻ്റെ മീറ്റ് മസാല, കുരുമുളക് പൊടി, ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ തക്കാളി ഇട്ട് വഴറ്റുന്നുണ്ട്. കാരണം ആ തക്കാളിയും കൂടി ഇടുമ്പോഴേക്കും പിന്നെ അത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുമല്ലോ. നന്നായിട്ട് മുരിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്തിരി വെളിച്ചെണ്ണയുടെ കുറവ് തോന്നിയപ്പോൾ ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചില്ലേ, അതിൻ്റെ വെള്ളത്തേപ്പാടി തന്നെയാണ്, വെള്ളമൊന്നും ഊറ്റിക്കളഞ്ഞില്ല, വെള്ളത്തേപ്പാടി തന്നെ ഞാൻ ഒഴിച്ചിട്ട് പിന്നെ ഞാനത് ഫുള്ള് വറ്റിച്ചെടുക്കുക ചെയ്തേക്കുന്നത് കേട്ടോ. ഗ്രേവി നന്നായിട്ട് തിക്കായി കഴിയുമ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഗ്രേവി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം ചപ്പാത്തിക്ക് വേണ്ടി ഉണ്ടാക്കിയത്, അപ്പോൾ ചപ്പാത്തിക്ക് പിന്നെ ഒരു ഗ്രേവി സെറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്കി ഞാനിങ്ങനെ ഡ്രൈ ആക്കി എടുക്കുകയോ ചെയ്തത്. നന്നായിട്ട് വരട്ടി ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. കുറച്ച് സമയം എടുക്കും ഈ പ്രോസസ്സിന്. പോർക്കിന് പിന്നെ സൈഡ് ചെയ്തത് ചപ്പാത്തിയാണേ, മോളാണേ ചപ്പാത്തി ഉണ്ടാക്കിയത്. ചപ്പാത്തി മേക്കറിൽ ഉണ്ടാക്കാൻ സുഖമായതുകൊണ്ട് പിന്നെ പുള്ളിക്കാരി അത് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ പിന്നെ രാത്രിയിലത്തേക്ക് നമുക്ക് ചപ്പാത്തിയും പോർക്കും പിന്നെ ഗ്രേവി സെറ്റ് ചെയ്തായിരുന്നു, അതും മുട്ട പുഴുങ്ങിയതും കട്ടൻ ചായ ആയിരുന്നു കേട്ടോ. എൻ്റെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത് എൻ്റെ മോളാണ് കേട്ടോ. മോൾക്ക് തന്നെയാണ് ആദ്യം എപ്പോഴും കൊടുക്കാറ്. ആളാണ് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായമൊക്കെ പറയുന്നത്. ആദ്യം മോൾക്ക് തന്നെ കൊടുത്തത്. ആൾക്ക് ഇഷ്ടമായിട്ടോ. ആൾക്ക് പോർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആൾ തന്നെ ആദ്യം കഴിച്ചതും ആൾ നന്നായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരുതേ.